പേരിൽ നിന്ന് നിങ്ങൾ എഴുതിയെടുത്ത ആ രേഖ തിരിച്ചെഴുതിക്കൊള്ളാം. തിരിച്ചെഴുതിയിട്ട് നിങ്ങൾ സിസ്റ്ററോട് ചെക്ക് പിടിച്ച് പൊക്കോളാം. പറഞ്ഞതുപോലെ അവർ സിസ്റ്ററെ കണ്ടു, വിളിച്ചു. എന്റെ മുന്നിൽ വെച്ച് തന്നെ സകലത അവർ ചെയ്തു കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴല്ലോ അച്ഛനും കന്യാസ്ത്രീ വളരെ പ്രിയ. കുഞ്ഞുങ്ങളെ വേദനിക്കുന്നവന്റെ സ്വത്തേലങ്ങാണ് തൊട്ടാറുണ്ടല്ലോ. കർത്താവാണ് സത്യം, പൊടിഞ്ഞു പോയി സാർ. ദാസിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. കുരിശുരൂപത്തിലൊക്കെ മുറുക്കി പിടിച്ചത് കരഞ്ഞാലുണ്ടല്ലോ, അന്നേരം തുറക്കും സ്വർഗം. തന്റെ ദാസന്റെ മേൽ ഉടനെ അയക്കും പരിശുദ്ധാത്മാവിനെ. പൊക്കോളം വേണം, പോയി എന്റെ ദാസിയുടെ മേൽ കൈവച്ചോളാൻ പറയും. ദാസി സമാധാനം പ്രാപിക്കുന്നവരെ സ്വർഗം തുറന്നു പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അവർ ഭൂമിയിൽ നീക്കാനൊന്നും പറ്റിയല്ല. സ്വർഗം തുറന്നു, അവിടെ പരിശുദ്ധൻ 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 എന്ന് ഒച്ചയല്ലാതെ മറ്റൊരു ശബ്ദം അവിടെയില്ല. പരിശുദ്ധൻ അത് നിറയും. അശുദ്ധി പുറത്ത്, പരിശുദ്ധൻ അകത്ത്. പരിശുദ്ധ ആത്മാവ് സ്തുതിച്ചാൽ മനുഷ്യൻ നിലത്ത് കടന്ന് പിടഞ്ഞ് മരിച്ചു. അത്ര പരിശുദ്ധാത്മാവിനോടാണ് ദുർബലനായ മനുഷ്യൻ യുദ്ധം ചെയ്യാൻ തയ്യാറാകുന്നത്. ഭോഷന്മാരെയാണ് വിളിച്ചത്. തിരുവചനമൊക്കെ നമ്മൾ കയ്യിലെടുത്ത് ചെന്ന് പ്രാപിച്ച് വിശുദ്ധ കുരിശിന്റെ മേൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞാൽ നടക്കാത്തത് എന്ത് നടക്കും? ലഭിക്കാത്തതൊക്കെ ലഭിക്കും. എന്നാൽ എന്റെ ദാസിയുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തും. നിന്റെ കരച്ചിൽ എന്റെ കാതുകളിൽ മുടങ്ങും. ഞാൻ എന്റെ പിതാവിനോട് ചോദിക്കും, ചോദിച്ച് നിങ്ങൾക്ക് വാങ്ങി തരുന്നത് വരെ ഞാൻ ഉറങ്ങുകയില്ല എന്നാണ് യേശു പറഞ്ഞത്. ഉറങ്ങുകയല്ല, ചോദിക്കും. രാത്രിയുടെ 3 യാമത്തിലൊക്കെ ഉണർന്നിരുന്നേച്ച് എന്റെ പിതാവേ, എന്റെ പാപങ്ങൾ ക്ഷമിച്ച് എന്റെ പ്രാർത്ഥന സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കും. നേരം വെളുക്കുമ്പോൾ കാര്യങ്ങൾക്ക് തീരുമാനമാകും. പിന്നെ നാളത്തേക്കൊന്നുമില്ല. 24 മണിക്കൂർ കൊണ്ട് നാം ആഗ്രഹിക്കുന്നത് സത്യമാണെങ്കിൽ അത് സംഭവിച്ചിരിക്കും. സത്യമല്ലാത്തതിന് പ്രാർത്ഥിച്ചാൽ ശിക്ഷയും മേടിച്ചു. അത് പറയാൻ കേട്ടോ. സത്യമാണെങ്കിൽ അതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ, ഹൃദയം തുറന്നാൽ സ്വർഗം തുറക്കും. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും. പത്രോസേ, നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിതുയർത്തും. ഈ വചനമാണ്. പത്രോസേ, നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിതുയർത്തും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും. നീ പത്രോസാണ്, വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാണ്. ആ വചനം എടുത്തുകൊണ്ട് ധ്യാനിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ, കുരിശുരൂപത്തിന്റെ മേൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞാൽ, മനുഷ്യൻ അസാധ്യമായത് മുഴുവനും ദൈവത്തിന് സാധ്യമാണ്. അവിടെ വിട്ട് കന്യാസ്ത്രീ പോകാൻ നേരത്തെ എന്നോട് കരഞ്ഞു. പോവാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ ജോലി കഴിഞ്ഞു, ഇനി എനിക്ക് പോകുന്നത്. ഉടനെ ആ സിസ്റ്റർ എന്താ ചെയ്യുന്നത് തിരിയുന്നില്ല. ഇതെല്ലാം സംഭവിച്ച സിസ്റ്റർ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സത്യത്തിൽ ഇതൊരു പുരോഹിതനോ സന്യാസിയോ അല്ലായിരുന്നു. കള്ള സന്യാസിയും കള്ള പുരോഹിതൻ. പുരോഹിതന്റെ വേഷം ധരിച്ച കള്ളന്മാരാണ് ഈ പണിയെടുത്ത് വെച്ചത്. കാണുമ്പോൾ ശരിക്കൊരച്ഛൻ ക്ലീൻ ഷേവൊക്കെ ചെയ്ത് ലോഹയിട്ട് 2 കന്യാസ്ത്രീകൾ. പേര് കന്യാസ്ത്രീ. ചോദിക്കുമ്പോൾ ഞങ്ങളെ ശിക്ഷിക്കല്ലെന്ന് മാത്രമേ പറഞ്ഞത്. പൊക്കോളാൻ പ്രാചീനം ചെയ്തു ദൈവത്തിന്റെ സന്നിധി. അപ്പൊ ദൈവദാസിയുടെ മേലെ കൈവച്ചാൽ പരിശുദ്ധാത്മാവം സംഭവിച്ചു കൊടുക്കുമോ? തോന്നുന്നുണ്ടോ? കന്യാദാനത്തിൽ ജീവിക്കുന്ന ഒരു കന്യാസ്ത്രീ ആയിക്കോട്ടെ, പൗരോഹിതൻ നിറഞ്ഞൊരു പുരോഹിതനായിക്കോട്ടെ, മനുഷ്യൻ അവരുടെ മേൽ കൈവെക്കാൻ ഓരോ അധികാരവും ദൈവം കൊടുക്കില്ല. അവൻ എന്ത് തെറ്റ് ചെയ്താലും ദൈവം അവരോട് ചോദിച്ചോളും. നമ്മളാരും ചോദിക്കാൻ അങ്ങോട്ട് പോകണ്ട. നമുക്ക് അവരുടെ അധികാരമൊന്നും ദൈവം തന്നിട്ടില്ല. സഭയോട് പറയുന്നത് ആത്മാവാണ്. സഭ ആത്മാവിനോട് ഒന്നും പറയുന്നില്ല. ആത്മാവ് സഭയോട് പറയുന്നു എന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് സഭ ആത്മാവിനോട് ഒന്നും പറയാൻ പറ്റുകയില്ല. സഭയ്ക്ക് എന്താണ് കൃപ?
ആത്മാവ് തരുന്നതാണ് കൃപ. അതാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് നിന്റെ കൃപ മതി. കൃപാവരത്താൽ ശുദ്ധം, കൃപാവരത്താൽ പരിശുദ്ധം, കൃപാവരത്താൽ ജീവദായകം, കൃപാവരത്താൽ ദൈവികം. ദൈവത്തിന്റെ കൃപയുള്ളവർ ദൈവമക്കളാണ്. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കും. പരിശുദ്ധാത്മാവ് സഭയോട് സംസാരിക്കും. സഭ പരിശുദ്ധാത്മാവിനോട് ഒന്നും സംസാരിക്കാൻ പറ്റുകയില്ല. കാരണം അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് വരെ അവർ സഭയുടെ അംഗങ്ങളായിരിക്കും. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ അവർ ദൈവമക്കളായിരിക്കും. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് അറിവില്ലാത്തതുകൊണ്ട് പലപ്പോഴും തെറ്റുകൾ വരും. എനിക്കറിയാം, പ്രാർത്ഥിക്കാൻ വന്ന ഒത്തിരി ഗ്രൂപ്പുകൾ ഉണ്ടാകും, ഭിന്നതകളും പ്രയാസങ്ങളൊക്കെ ഞാൻ അറിയുന്നതാണ്. പ്രാർത്ഥിക്കുന്ന ഗ്രൂപ്പിൽ പോലും വിഭിന്നമായ അഭിപ്രായങ്ങൾ. കാരണം എന്താണ്? പരിശുദ്ധാത്മാവിനോടൊന്ന് ചോദിക്കുക, ആരിലായി പരിശുദ്ധാത്മാവ് നിൽക്കുന്ന അറിയണ്ടേ? വേണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ തള്ളി പുറത്താക്കിയിട്ട് അധികാരത്തിന് വേണ്ടി യുദ്ധം ചെയ്യും. അധികാരത്തിൽ കളിച്ചാൽ എന്താ സംഭവിക്കുക? അടിയെഴുന്നേത്തോട് വീഴും. ഒരു പിശാച് ബാധിച്ച ഒരാളെ ബഹിഷ്കരിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്നാൾ പോയി. ബ്രദറെ, ഞാൻ പോയി പിടിച്ചു കെട്ടി ചൊല്ലുന്നു, ശരിയായി കെട്ടിക്കോണം. ചെന്നു ഇവര് കെട്ടാൻ പോയി കഴിഞ്ഞപ്പം അദ്ദേഹത്തെ ഒരു സഞ്ചിയിലാക്കി എടുക്കുന്ന പോലെ എടുത്തു ചാക്കിനകത്ത് സൗകര്യം. അവിടുന്ന് പോയിച്ചു, ബ്രദറ് നിലത്ത് വീട് കിടന്നു, ഞങ്ങളുടെ അടുത്തുള്ള കൊണ്ടുവച്ചിട്ടുണ്ട്, എന്താ ചെയ്തിട്ട് ഓണ ശരീരത്തോട് വെച്ചോ വന്നു. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. 2 മിനിറ്റ് പ്രാർത്ഥിച്ചപ്പം ഉണർന്നു. ചോദിച്ചു, ബ്രദറെ എന്ത് സംഭവിച്ചു? എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചത്? എനിക്കൊന്നും. സാത്താനെ കുത്തിച്ചു. സാത്താനെ ബഹിഷ്കരിക്കുന്ന സാത്താനെ കൊണ്ട് പറ്റുമോ? ബേൽസബൂലിനെ വ്യതിരിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് ബഹിഷ്കരിക്കും? ഞാൻ സാത്താനെ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് ഇതിനെ ബഹിഷ്കരിക്കുന്ന ചോദിച്ചത്. അന്തരീക്ഷത്തിലുള്ള ഭവനം നശിച്ചു പോകും. അന്തരീക്ഷത്തിലുള്ള നാട് നശിച്ചു പോകും. സാത്താനെതിരെ യുദ്ധം ചെയ്യാൻ പറ്റുമോ? സാത്താൻ ഒരു സാത്താനോട് പറയാൻ നീ പോകാമോ? ഇല്ല. നിങ്ങൾ പരിശുദ്ധാത്മാവ് കൊണ്ട് മാത്രമേ സാത്താനെ ബന്ധിപ്പിക്കാൻ പറ്റുള്ളൂ. മറ്റൊരു ശക്തിക്കും സാത്താനെ കെട്ടാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ ശക്തി പ്രാപിക്കും. യേശുവിന്റെ നാമം കൊണ്ട് അവൻ അതിനെ ബന്ധിപ്പിക്കും. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും. സാത്താൻ ആരാണെന്നറിയോ? ദൈവമെല്ലാം ധിക്കരിച്ച ദൂതനാണ് സാത്താൻ. അവൻ ആകാശത്തിലെ 1/3 ഭാഗം നക്ഷത്രം കൊണ്ട് ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടവനാണ്. അവനെ ബഹിഷ്കരിക്കാൻ സാധാരണ മനുഷ്യരോട് പറ്റുമോ? സാധിക്കുമോ? എടുത്ത് തൂരക്കിടയവൻ. കർത്താവ് യേശുവിനെ പരീക്ഷിച്ചതാണ്. പിന്നെ സാധാരണ മനുഷ്യർ വെച്ചേക്കോ? അവനുള്ള ശക്തി എന്താണെന്നറിയോ? അവൻ ആരാധന മേടിച്ച് കൂട്ടുകയാണ്. ആരാധന മൂർത്തി ഭാവമാണ് അവന്. അവന്റെ കഴുത്തറിയോ? സർപ്പം. രൂപം ഏതാണെന്നറിയോ? കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഈ ആരാധന മൂർത്തിയുടെ രൂപം കണ്ടിട്ടുണ്ടോ? റോഡ് സൈഡിലൊക്കെ ഇഷ്ടം പോലുണ്ട്. കണ്ടിട്ടുണ്ടോ? കഴുത്തെ സ്വാമിച്ചെടുക്കുന്ന ആരുടെയാ? കഴുത്തിൽ പാമ്പിനെ ചുറ്റിയിട്ടിരിക്കുന്ന ആരാ? ആരെ ആളെന്ന് മനസ്സിലായോ? ശിവതാണ്ഡവം, താണ്ഡവ നൃത്തം ചെയ്യുന്ന ആളാണ് ശിവൻ. ശിവന്റെ കഴുത്തിലാ കിടക്കുന്ന ഈ സാധനം. അവൻ ആരാധന കൊടുക്കുകയാണ് ഭൂമിയിലെ മനുഷ്യൻ. ദൈവത്തിനുള്ള ആരാധന അവൻ ഇവിടുന്ന് പിടിച്ചു മേടിക്കുക. അങ്ങനെ അവൻ മൂർത്തിഭാവമാവും. മൂർത്തിഭാവം ധരിച്ചാൽ പാപത്തെ പ്രസവിക്കുന്നു. അവനെ ആരാധിക്കുന്നവൻ പിഴച്ചു മരിച്ചു വീഴും. അവന്റെ ആത്മാവിനെ പോലും രക്ഷിക്കാൻ കഴിയുന്നില്ല. കാരണം അവൻ രക്ഷകന്റെ അല്ല, നാശത്തിന്റെ ആണ്. അവൻ ലോകത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സെക്കൻഡ്. മൂർത്തിഭാവം. ആദിമാതാപിതാക്കളെ പഠിപ്പിച്ച അതേ സാത്താൻ ഇന്നും ഭൂമിയിൽ നമ്മുടെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ചില വീടുകളിൽ ചെന്ന് കയറിയാണല്ലോ ഇങ്ങനെ പത്തി പിടിച്ച് വെക്കുന്നതാണ്. മനുഷ്യന്റെ മുഖത്ത് ഇങ്ങനെ പാമ്പിന്റെ പത്തിയിരിക്കുന്നതാണ്. മനുഷ്യന്റെ മുഖത്ത് പാമ്പിന്റെ പത്തി. എന്ത് ചെയ്യും? പാമ്പിന്റെ വില കൈവെക്കാൻ പറ്റുമോ?
ആട്ടി പുറത്താക്കണ്ടേ? ഒരു വർഷം ന്യൂ ബോംബെ വെച്ച് ഒരു സ്ത്രീ വീട്ടിലോട്ട് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോകും. അവരുടെ അമ്മായിമ്മ മരുമകളാണ്. ഒരു ചായ കൊണ്ട് വരിക. ബ്രദറെ ചായ കുടിച്ചിട്ട് പ്രാർത്ഥിക്കാതെ പറഞ്ഞു. അപ്പൊ ഇവിടെ എന്റെ ഇങ്ങനെ നോക്കുന്നില്ല, താഴോട്ടാ നോക്കുന്നില്ല, എന്റെ നേരെ നോക്കത്തില്ല, എന്റെ കടലിലേക്കൊക്കെ നോക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ചായ നീ അവിടെ വെച്ച് മുട്ട നിൽക്കാൻ പറഞ്ഞു. മുട്ട നിന്നു. മുട്ട വെച്ച് വചനമെടുത്ത് ചെന്ന് ആശീർവദിച്ചു. ഇങ്ങനെയാണ് ആടിക്കണം, ശരിക്കും ഇങ്ങനെ ആടി. അത് ശരി, നീ മുട്ട തന്നെ നിന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ ഭർത്താവിനോട് അവരുടെ അമ്മയോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കൊന്നും ചെയ്യണ്ട, നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചോളാം, പിതാവിനെ വിളിച്ചോളാം, ഞാൻ പ്രാർത്ഥിക്കും. തലേ കയ്യം കൊടിച്ച് മുടിക്കുതിഞ്ഞ് പിടിച്ചിട്ടുണ്ടല്ലോ. ഒരു 13 മിനിറ്റ് സമയം നിന്നങ്ങോട്ട് ആടി. ഞാൻ ഭദ്രകാളിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏത് കാളിയായാലും എനിക്കില്ല, നീ ഇപ്പൊ ഇവിടുന്ന് പൊക്കോണം, ഈ ഭവനത്തിൽ നിന്ന് പൊക്കോണം. ഞാൻ പോകാനെന്ന് പറഞ്ഞു. എന്റെ അമ്മയെ എന്റെ അടുത്ത് വരണേന്ന് പറഞ്ഞു. നിന്റെ അമ്മയെ നീ ഇനി അടുത്ത് വരികയാണ്. 13ാമത്തെ മിനിറ്റില് എടുത്ത് ഒറ്റയേറാണ് ഈശോ. ആ സ്ത്രീ പോലും അറിഞ്ഞ ഈ സംഭവം കണ്ടു നിന്ന ഭാര്യയും ഭർത്താവും അമ്മായിമയും ഞെട്ടി വിറയ്ക്കുകയാണ്. ഇവിടെ കൂട്ടത്തിലാണോ ഞാൻ ജീവിതം കഴിച്ച് ഇത്രയും കാലം? അയാൾ ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല. അയാൾ നിന്ന് തലകർന്നുവാണോ തലപ്പെരുക്കുവാണോ ഛർദ്ദിക്കാൻ വരുവാണോ ബോധത്തോട് അയാൾക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ ഈ സ്ത്രീയുടെ കൂട്ടത്തിലാണോ ഇത്രയും നാൾ ജീവിച്ചത്? എന്നിട്ട് പറഞ്ഞ എനിക്ക് വെള്ളം താ. ഇല്ല, 3 മണിക്കൂർ കഴിഞ്ഞിടത്ത് ഒരു തുള്ളി വെള്ളം നിന്റെ ശരീരത്തിന്മേൽ തരികയാണ്. അലറുവ ദാഹിച്ചത്. നീ അലറിട്ട് ഒരു കാര്യമില്ല. പിന്നീട് ആ സ്ത്രീ ഇന്ന് പ്രാർത്ഥനയുടെ ന്യൂ ബോംബെയിലെ ഏറ്റവും വലിയ ശക്തിയാണ്. സാധനം പുറത്തു പോയപ്പോൾ അവൾ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈശ്വരെ കണ്ടു, നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പ്രാർത്ഥനയുടെ ഒരു ആത്മാവാണ് അവളുടെ മേൽ നിന്നത്. ഇന്ന് അവൾ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നു. 33 വർഷമായിട്ട് നടുവ് കുരിഞ്ഞു പോയ ഒരു സ്ത്രീയെ യേശു സൗഖ്യപ്പെടുത്തുമ്പോൾ ചോദിച്ചു, ഇവിടെ അഴിച്ചുവിടേണ്ടത് എന്റെ കടമയാണെന്ന് യേശു പറഞ്ഞു, അല്ലെ? ഇവിടെ ശരീരത്തിരിക്കുന്ന ഈ അസ്വസ്ഥതയെ അഴിച്ചുവിടേണ്ടത് എന്റെ കടമയാണെന്ന് അഴിച്ചുവിട്ടു. അവൾ നോർന്നു. എന്റെ മകളെ 33 വർഷമായി സാത്താൻ പീഡിപ്പിച്ച എന്റെ മകളെ അഴിച്ചുവിടത്തിൽ നിങ്ങൾ എന്തിന് എന്നോട് കോപിക്കണമെന്ന് യേശു ചോദിച്ചത്. 33 വർഷം ശരീരത്തിൽ കിടന്ന് അഭ്യസം കളിച്ച ഈ സ്ത്രീ ആത്മാവിനെ ബഹിഷ്കരിച്ചതിൽ നിങ്ങൾ എന്തിന് എന്നോട് കോപിക്കണം എന്ന് യേശു ചോദിക്കുകയാണ്. ഇസ്രായേൽ ജനത്തിന് യേശുവിനോട് മറുപടി പറയാനൊന്നും ഇല്ലായിരുന്നു. കാരണം എന്താണ്? മനുഷ്യന് ഈ അധികാരം തന്റെ ദൈവത്തെ മഹത്വപ്പെടുത്താനല്ലാതെ മറ്റൊന്നും സാധ്യമല്ല എന്ന് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പൊ നമ്മൾ ഓരോരുത്തരും ക്രൈസ്തവ ജീവിതം നയിക്കുമ്പോൾ അത് ക്രിസ്തുവിന് വേണ്ടിയുള്ളതും ജനത്തിനു വേണ്ടിയുള്ളതും നന്മയ്ക്ക് വേണ്ടിയുള്ളതും സ്നേഹത്തിനു വേണ്ടിയുള്ളതും സുവിശേഷത്തിലൂടെ ജീവിക്കാൻ ഏറ്റവും വലിയ വിശേഷമാണ് സുവിശേഷം. അതാണ് ക്രിസ്തു എന്ന സത്യം. പാപത്തിന് മരണമുണ്ട്, ആത്മാവോ മരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാതെ ജെറുസലേം വിട്ട് നിങ്ങൾ പോകരുത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അതിന്റെ ശക്തി നിങ്ങളുടെ മേൽ വന്ന് ആവസിക്കും. നിങ്ങളിൽ നിന്ന് ജനിക്കാനിരിക്കുന്നവൻ പരിശുദ്ധൻ. ഞാൻ ഇന്നലെ വരുമ്പോൾ ഇതേപോലെ തന്നെ ഒരു ബന്ധനഴിച്ച സ്ത്രീ ഇവിടെ ഇരിക്കുന്നു. അവളുടെ സാക്ഷി നിങ്ങൾ കേൾക്കുക. അവളുടെ സാക്ഷി നിങ്ങൾക്ക് എന്താണ് ദൈവം നൽകിയിട്ടുള്ളത്? കർത്താവിനെ രോഗവും അസ്വസ്ഥതയെല്ലാം Praise the Lord. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah.
എനിക്ക് 9 വർഷം 9 years അൾസറായിരുന്നു. പിന്നെ എവിടെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും കുറേ സുഖമില്ലാതെ എപ്പോഴും ഇങ്ങനെ ലൂസ് മോഷൻ ബ്ലഡും ഇതായിട്ട് പോവാണ്. അപ്പം പിന്നെ ഡോക്ടർ ലാസ്റ്റിലിപ്പോൾ ഓപ്പറേഷൻ തന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നത്. അപ്പം എനിക്കറിയില്ലായിരുന്നു ബ്രദർ ഇങ്ങനെ വീട്ടിലോട്ട് വരണം. ഇന്നലെ ലാസ്റ്റ് ടൈം വന്ന് കണ്ട് പ്രാർത്ഥിച്ചത്രേ ഉള്ളൂ. പക്ഷെ ഇന്നലെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് ഏത് ഡോക്ടറും സുഖാവത്തില്ല തന്നെ പറഞ്ഞിരുന്നതാണ്. എപ്പോഴും ഇങ്ങനെ ഡെയിലി മോർണിംഗ് എനിക്ക് ഉടനെ ഒരു 10-15 times ലൂസ് മോഷൻ തന്നെ പോകും. ഒന്നും കഴിക്കാൻ നോക്കത്തില്ല, എവിടെയും പോവാൻ പള്ളിയിലൊന്നും പോവാറില്ല, പ്രാർത്ഥിക്കാൻ പോലും നോക്കത്തില്ല, എവിടെയും ആരുടെയും വീട്ടിലോ എവിടെയും പോവാറില്ലായിരുന്നു. അങ്ങനെ ഇന്നലെ ബ്രദർ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാണ്. എന്നെ കണ്ടോണ്ട് പിന്നെ ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പറഞ്ഞു അനുഭവം പറഞ്ഞു. അങ്ങനെ എനിക്കറിയില്ല. തൊട്ടപ്പോൾ തന്നെ ബ്രദർ 2 മണിക്കൂർ ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പോലും എന്റെ ശരീരത്തിൽ നിന്ന് ബ്രദറും ഭയങ്കരമായിട്ടാണ് നോയിച്ച്. അത്രയ്ക്കും ഇതായിരുന്നു എന്റെ ദൈവത്തിൽ. പിന്നെ അതൊക്കെ ബ്രദർ പ്രാർത്ഥിച്ചു, എല്ലാവരും സിസ്റ്റർ എല്ലാവരും പ്രാർത്ഥിച്ചു ഇതായിട്ട്. പിന്നെ എനിക്ക് 2 മണിക്കൂറായിട്ട് എല്ലാം ഇത് പോയി. ബ്രദർ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ദാഹവും വെള്ളം കുടിക്കണമെന്ന് വെപ്രാളമായി. എനിക്കാണ് തലയിൽ തന്നെ കിടക്കുമായിരുന്നു. അങ്ങനെ എന്താണെന്ന് അറിയാതെ പിന്നെ പിന്നെ ബ്രദർ ബന്ധിച്ച് പ്രാർത്ഥിച്ചപ്പം സ്വർഗം കണ്ടു. ഫുള്ള് വീട്. I saw full heaven. Angels were angels were singing. അപ്പൊ എനിക്ക് ശക്തി വന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ പാടി. ആർക്കും പിടിക്കാറില്ല. തന്നെ പാടി ഇത് ചെയ്തത്. അപ്പൊ തൊട്ട് സ്ട്രെങ്ത്. Still now I'm not feeling body. എനിക്ക് വിഷമില്ല, ദാഹമില്ല. ഈവനിങ് ഇവിടെ വന്നിട്ട് പിന്നെ ബ്രദർ പറഞ്ഞ് കഴിക്കാൻ. അപ്പൊ റൈസ് കഴിച്ച് ഒന്നും ആയില്ല. ചോറും കറിയൊക്കെ കഴിച്ച് ഇതുവരെ മോഷൻ പാസ്സായില്ല. മെഡിസിൻസ് എടുത്തില്ല. ഒരു ക്ഷീണവും ഇല്ല. ഇപ്പൊ വീട്ടില് സന്തോഷമുണ്ട്. ഐ ബിലീവ് എന്റെ സുഖടൊക്കെ മാറി. ഇപ്പൊ എനിക്ക് വരും ദൈവത്തില് ദിവസം കാണാം. I'm able to pray and all. சகோதரி சொன்ன சாட்சியை நான் தமிழில் சொல்கிறேன். அதாவது நேற்றைய தினம் இவருடைய தாய்க்காக ஜெபிக்க நாங்கள் சென்றிருந்தோம். அப்பொழுது எனக்கு போன முறையே அவங்க வீட்டுக்கு போகணுன்னு உடனே அது தவறிவிட்டது. ஏதோ பல காரணமாக தாய் ஹாஸ்பிட்டலில் அட்மிட் ஆனது காரணமாக நாங்கள் ஜெபிக்க செல்ல முடியவில்லை. நேற்று தினம் அது முதலாவது எனக்கு அவர்களுடைய ஒரு ஏவுதல்னால முதலாவது தான் அவங்க வீட்டுக்கு தான் செல்ல வேண்டும் என்று நான் பிரதரிடம் சொல்லிக்கொண்டு சரி நாம் போகலாம் என்று சொன்னார். முதலாவது தாய்க்கு நாங்கள் ஜெபித்த பின்பு சகோதரர் ஜெபிக்க போகிற டைமில் ஆண்டவர் பல காரணங்களை அவர்களுக்கு ஏவுதல் கிடைத்தது. கவுன்சிலிங் செய்த பிறகு அதாவது இந்த சகோதரி எப்படி என்றால் உடம்பு சரியில்லாமல், அதாவது எப்பொழுதும் வயிறு வேதனை, நோவும், அப்புறமா இதே மாதிரி பேதி, லோஸ் மோஷன் ஆகுனா எவ்வளோ லட்சங்கள் அவங்க செலவு பண்ணியிருக்காங்கன்னா கணக்கே இல்லை. பெரிய ஹாஸ்பிட்டல் எல்லா இடத்துலையும் போவாங்க. ஆனால் எல்லா கோயிலையும் போவாங்க, எல்லா ஜெபத்திலையும் போவாங்க. என்ன இருந்தாலும் அவருடைய முகத்துல வந்துட்டு ஒரு இருட்டாக இருந்தது. அதாவது ஆண்டவர் தான் 38 வருஷமாக நோய்வாய்ப்பட்டு இருக்கிற மகனே உங்களுக்கு யாரும் இல்லையானோடனே ஆண்டவர்
எழுப்புறாங்க இல்லைங்களா, நான் இருக்கிறேன் நீ எழுந்துடு அப்படின்ற மாதிரி. அதே மாதிரி எத்தனையோ ஆண்டவர் ஒருத்தருக்கும் ஒரு நாள் குறிக்க வைத்திருக்கு. அது எந்த சமயத்துல ஆண்டவருடைய ஆசீர்வாதம் கிடைக்கிறது என்று யாருக்கும் தெரியாது. எத்தனையோ இடத்துல அவங்க ஜபம் எல்லாம் என் கூட போகிற இடம் எல்லாம் போவோம். ஆனால் ஆண்டவர் நேற்று தினம் குறித்து வைத்திருந்தார்கள். அதாவது 2 மணி நேரம் அவர் அந்த ஒரு ஜபம், அதாவது எனக்கே நிறைய இது எத்தனையோ வருஷமாக இருக்கிறேன். பழைய முன்பு நாள் சகோதரன் பிரதர் செல்வராஜ் லாசர் பிரதர் இவர்கள் இறந்து விட்டார்கள். அந்த அனுபவம் நான் எனக்கு இவர் பிரதரை பார்த்த உடனே அந்த ஒரு அனுபவம் இந்த பிரதர் கிட்ட இருக்கு அப்படின்னு தான் நான் இந்த ஒரு இது ஏற்பாடு செஞ்சிருந்த ஒரே ஒரு காரணம் என்னன்னா, எல்லா மக்களும் இது பலனடைய வேண்டும் ஒரே ஒரு காரணம் தான் இது நான் ஏற்பாடு பண்ணோம். அவர் மலையாளத்துல பேசினாலும் எல்லாருக்கும் தமிழ்ல புரியும். ஆனா அந்த சகோதரி சொன்ன சாட்சி உங்களுக்கு புரியாத இருக்கிறதுனாலதான் நான் உங்களுக்கு தமிழ்ல சொல்றேன். ஸோ பெரிய ஒரு விடுதல் 2 மணி நேரம் ஆன பின்ன அவங்களுக்கு என்ன மாதிரி ஒரு விடுதலைன்னா, முகத்துல பெரிய ஒரு பிரகாசம் கிடைச்சது. அவங்களுக்கு அந்த ஒரு இருள் மாறி அவங்களுக்கு ஒரு பெரிய ஒரு பிரகாசம், சொர்க்கத்தை நேராக பார்த்தாங்க, நிறைய இருக்கிற ஏஞ்சல்ஸை பார்த்தாங்க, ஆண்டவருடைய தரிசனத்தை பார்த்தாங்க. பெரிய ஒரு விடுதலைனா இப்ப இருக்கிற எல்லா நோவும் அந்த லூஸ் மோஷன்னா வேதி அந்த மாதிரி ஆகிட்டு இருக்கும். எதையும் சாப்பிட மாட்டாங்க. எங்க மகள் கடையில தான் எல்லா மருந்துக்கும் வாங்கிட்டு இருந்திருந்தாங்க. ஆனா ஆண்டவர் பெரிய ஒரு விடுதலை கொடுத்து நேரத்துல இருந்து இது மட்டும் எந்த ஒரு லூஸ் மோஷன் இல்லை, ஒன்றும் இல்லை, ஆரம்பம் இருக்கிறாங்க. எந்த அளவுக்கு அவங்க வராங்கன்னா, அண்ணா நீ எந்த இடத்துல ஒழித்துக்கு போறியோ இனிமே நான் உங்க கூட வரேன்றாங்க. நானும் வரேன், என்னை இட்டு போங்க, இனிமே நான் ஆண்டவருக்காக நான் ஜீவிக்கிறேன்றாங்க. இதுதான் ஒரு சாட்சி. அடுத்ததாக என்னுடைய അക്ക കഴിഞ്ഞ വീട്ടിൽ വന്നപ്പോൾ അവർ എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോയി. ബ്രദർ പറഞ്ഞു എന്റെ ചേച്ചിക്ക് സുഖമില്ല. ഞാൻ പറഞ്ഞു വിശ്വാസം ഉണ്ടെങ്കിൽ സൗഖ്യം പ്രാപിക്കും എന്ന് ഞാൻ പറഞ്ഞു. എന്തായാലും ശരി, ഞാൻ അവരുടെ വീട്ടിലേക്ക് ബ്രദർ പറഞ്ഞവരെ പോയി. അവിടെ ചെന്ന് നിന്നോണ്ട് ഒരു 5 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ ഈ മകൾക്ക് സൗഖ്യം നൽകണമേ എന്ന് ഞാൻ വിളിച്ചതാണ്. കർത്താവേ ഈ മകൾക്ക് സൗഖ്യം നൽകണമേ പറഞ്ഞു തീരുന്നത് കാണാം. ഡിവൈൻ പേര് എനിക്കിങ്ങനെ മുട്ടുവേദന കൈവേദന ഒക്കെ ആയിട്ട് 3 ദിവസമായിട്ട് ഇങ്ങനെ സുഖമില്ലാത്ത ഹോസ്പിറ്റലിലൊക്കെ പോയായിരുന്നു. ഒരു ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടുന്ന് മുട്ടിന്ന് ആസ്പിറേഷൻ ചെയ്ത് ഫ്ലൂയിഡൊക്കെ എടുത്തായിരുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം കൂടി എനിക്ക് നടക്കാനോ അങ്ങനെ ഇരിക്കാനോ ഒന്നും പറ്റില്ല. എല്ലാവരുടെയും ഒരു ഹെൽപ്പ് കൊണ്ടിട്ടാണ് എഴുന്നേക്കാൻ പറ്റും, ഇരിക്കാൻ പറ്റുമെന്നതിനായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ അവർ പറഞ്ഞ് ഇത് ബോൺസ് ഒക്കെ ഇതിൻ്റെ ഇതൊക്കെ ഭയങ്കര വീക്കായിട്ടുണ്ട്, ഹെൽത്ത് കണ്ടുപോയി ജോയിന്റ് റീപ്ലേസ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി പറഞ്ഞ് വേറൊരു ഡോക്ടറെ പോയി കണ്ട് ഇങ്ങനെ 3-ാം ഹോസ്പിറ്റലിൽ മാറി കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹെൻറി വന്ന് ഇങ്ങനെ പറഞ്ഞു ബ്രദർ ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന്. അപ്പം എൻ്റെ അനിയത്തി പറഞ്ഞ് ഒന്ന് അവിടെ കൊണ്ടുപോകാൻ. സോ ബ്രദർ വന്ന ശേഷം അപ്പോൾ എന്താണ് അസുഖം അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് അന്ന് രാവിലെ കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എനിക്ക് ഏറ്റിരിക്കണം വെച്ചിട്ടുള്ള ഒരു മടി കാരണത്താൽ ഞാൻ കിടക്കും എപ്പോഴും. അയ്യോ ഏറ്റിരിക്കണമല്ലോ, എഴുതിക്കുമ്പോൾ ഭയങ്കര വേദന മുട്ടിക്ക്. പിന്നെ ഇരിക്കുമ്പോൾ ഫുൾ സ്ട്രെങ്ത് എനിക്ക് കൊടുത്തിട്ട് വേണം ടേബിൾ മേലെ പിടിച്ച് ഇരിക്കാനും എഴുതിക്കാനും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കൈയൊന്നും കൂടി ഇവിടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞായിരുന്നു. അത് കാരണത്ത് എനിക്കൊന്നും പിടിക്കാനോ ഒന്നും പറ്റിയില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ബ്രദർ പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇത് സുവിശേഷ ബുക്ക് തന്നു. അത് ഒത്തിരി വെയിറ്റ് ഉള്ളതല്ലേ. സോ ബ്രദർ ജസ്റ്റ് പിടിക്കേട്ടോ. ഇമ്മീഡിയറ്റ്ലി വിത്തൗട്ട് മൈ നോളേജ് ഞാൻ അതങ്ങനെ പിടിച്ച് പിടിച്ചിട്ട് തന്നെ ഓക്കെ ഒന്ന് എഴുന്നേക്കുന്നു. സാധാരണ ഇങ്ങനത്തെ ഒരു ചെയറിലായിരുന്നു. നോ ഇൻ ഫ്രണ്ട് ഓഫ് മീ ടേബിളൊന്നും ഉണ്ടായില്ല. ബ്രദർ ഇരിക്കുന്നുണ്ട് ഓപ്പോസിറ്റിലായിരുന്നു. So I cannot hold anything supporting in my life. So immediately without any help, I just happened to get up. ഇങ്ങനെ ഏറ്റ് നിൽക്കാൻ പറ്റി. പിന്നെ നടക്കാൻ പറഞ്ഞ് I just walked. പിന്നെ I was overjoyed ആയിപ്പോയി. അയ്യോ എന്താ എനിക്ക് ഒരു സപ്പോർട്ട് ഇല്ലാതെ എഴുന്നേക്കാനും പറ്റി ഇരിക്കാനും പറ്റി. ആ വിഷമം മനസ്സിൽ നിന്ന് മരയോ ഫീൽ ദറ്റ് എനിക്ക് ഫുൾ സ്ട്രെങ്ത് കൊടുത്തിട്ട് ഞാൻ എഴുന്നേക്കണം അങ്ങനെ ഒന്നുമില്ല. ഞാൻ തന്നെ റിയൽ
ആണോ എന്ന് വെച്ചിട്ട് എഗൈൻ ഞാൻ ഇരുന്ന് എഴുന്നേറ്റ് വെരി ഫൈൻ കേട്ടോ, എനിക്ക് നല്ല സുഖമുണ്ട്, തന്നെ എഴുന്നേക്കാനും നിൽക്കാനും പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ നന്നായി നടക്കുന്നുണ്ട്. ദൈവവചനം അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മകളെ നീ എഴുന്നേൽക്കുക. എന്താണ് കൈകൊണ്ടത്? ദൈവ വചനം. വചനം ആരുടെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നുവോ അവരെ ദൈവ മക്കളെന്ന് ദൈവം വചനം വായിക്കാൻ പറഞ്ഞാൽ ആർക്കും മതിയല്ല. വചനം വായിക്കണം. നിങ്ങൾ അറിയുന്നുണ്ടോ ഈ വചനത്തിന്റെ ശക്തി? ഈ വചനത്തിന്റെ ശക്തി ഉൾക്കൊള്ളാൻ ലോകത്തിനെ കൊണ്ട് കഴിയുകയില്ല. മറിച്ച് അതനുഭവിക്കുന്നവന് മാത്രമേ അതിന്റെ ശക്തി അറിയത്തുള്ളൂ. എന്റെ വചനമോ വചനത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് തെറ്റുപറ്റി. യേശു പഠിപ്പിച്ചു, എന്റെ വചനമോ വചനത്തിന്റെ ശക്തിയോ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. യേശുവിന് തെറ്റുപറ്റിയില്ല, ദൈവത്തിന്. சகோதரி சகோதரிகளே, இந்த ஒரு சகோதரிக்கு ஆர்த்தோபீசன் என்ற ஒரு இது வந்து காலில் முட்டியில இது வந்த உடனே ரொம்ப பெரிய சிவியர் பெயின், அதாவது தாங்க முடியாத ஒரு வலி. இதுல வந்துட்டு என்ன பண்ணாங்க, ஃபர்ஸ்ட் வந்து சென்ட் ஜான்ஸ் ஹாஸ்பிட்டல் போனாங்க. அவங்க வந்து என்ன பண்ணாங்க, ஒரு இது காலில் தண்ணி இது எடுத்தாங்க, ஒரு குத்தி ஒரு தண்ணி எடுத்தாங்க. அப்புறமா சென்ட் ஜான்ஸ்ல ஒரு 2-3 நாள் இருந்த உடனே அவங்க சரின்னு வந்துட்ட உடனே நானும் நினைச்சு ஏதோ சுகாயிட்டாங்க அப்படின்னு பார்த்தா உடம்பெல்லாம் நோவும் அந்த மாதிரி எல்லாம் பெரிய ஒரு கஷ்டமா இருந்தது. ரெண்டாவது திரும்பி என்ன பண்ணாங்க, ஜான்ஸ் ஹாஸ்பிட்டல் சரியில்லை அப்படின்னு கொலம்பியா ஹாஸ்பிட்டல கொண்டு போனாங்க. அடுத்த காலிலையும் இதே மாதிரி வலிய ஆரம்பிச்சிருச்சு. ஸோ அங்கேயும் என்ன பண்ணாங்க, இதே மாதிரி தண்ணி காலில் இருந்து வெளியே எடுத்தாங்க. அதுவும் எல்லாம் எடுத்த உடனே அப்போ கையெல்லாம் நோவும், இடுப்பெல்லாம் ரொம்ப நோவா இருந்த உடனே அப்போ ஹாஸ்பிட்டல்ல இந்த மாதிரி ஒரு ஆப்ரேஷன் பண்ணி இந்த பிளட் எல்லாம் க்ளோட் ஆயிட்டு இருக்கு, அதெல்லாம் எடுத்தா அவங்களுக்கு நல்லா கிளியர் ஆயிடும் அப்படின்னு சொன்னாங்க. இந்த ஒரு ஆப்ரேஷன் செஞ்ச உடனே ஒரு 15 நாள் ஆன போலும் இந்த காயம் மாறவும் இல்லை. அதாவது இந்த கையும் மடக்க முடியாத ஒரு கண்டிஷன்ல இருந்தது. எந்த அளவுக்கு ஒரு பெயின்னா, ஒரு சின்ன ஒரு துணியை இப்படி பட்டா கூட உயிர் போற மாதிரி ஒரு இதா இருந்தது. ஸோ அப்புறமா டாக்டர் என்ன பண்ணிட்டாங்க, இது என்ன ஆன உடனே அங்கிருந்து டிஸ்சார்ஜ் பண்ண உடனே டாக்டர் சொல்லிட்டாங்க, இனிமே இந்த முட்டியே அப்படியே மாற்றணும், இது முட்டி இது சர்க்கை எழுதுவாங்க கொடாங்க, இது அது மாற்றணும், ஆப்ரேஷன் பண்ணி 2 காலம் எல்லாம் கட்டி நடக்க முடியாது அப்படின்னா. சரி, கொலம்பியேஷன் எப்படி தானே சொன்னாலும் இந்த முட்டி இந்த இதுக்கெல்லாம் ஒரு பெரிய ஒரு ஸ்பெஷலிஸ்ட், அவங்க கிட்ட அப்பாயின்மெண்ட் வாங்கி அந்த டாக்டர் கிட்டே போனாங்க, அவங்களும் கைவிட்டாங்க. ஸோ டாக்டர் எல்லாம் கைவிட்ட உடனே ரொம்ப ஒரு அவஸ்தையா அந்த மாதிரி இருந்த டைம்ல நான் சொன்ன சகோதரிய, நீங்க விசுவாசம் வை, ஆண்டவரால் ஆகாத காரியம் ஒன்றும் இல்லை, மனுஷனால் ஆகாத காரியம் தேவனால் கூடும் என்று சொல்கிறார். நீங்கள் விசுவாசமா இருங்க. இதுல நான் சொல்றேன், அந்த பிரதர் சொல்லி கொடுத்த இதே மாதிரி 153 ஜெபமாலை வந்துட்டு கரெக்டா வரும். ஆண்டவர் பிரதருக்கு அருளப்பட்ட ஒரு இது காட்சி கொடுத்து 153 இந்த பரலோக மந்திரம், அதாவது பரலோகத்தில் இருக்கிற எங்கள் பிதாவே என்று சொல்லக்கூடிய அந்த ஜபத்தை சொல்லணும் அப்படின்ட்டு அதே மாதிரி பிரேயர்ல எதுவும் சொல்ல விட்டு நான் சொன்னேன், நீங்க தயாரியா இருங்க, இன்னைக்கும் சொல்லுங்க ஜபம், நாளைக்கும் சொல்லுவாங்க. நான் 3 மணிக்கு ராத்திரி ஆண்டவரே ஊழியர் இது வந்த உடனே இவங்க வழியாக இவங்க குடும்பம் ரஷப்படணும் அப்படின்ட்டு நான் ஜெயிச்சுட்டு கரெக்டா பிரதரா வீட்டுக்கு போனோம். ஆன உடனே பல ஒரு காரியத்துல அவர் ஜெயிக்கிற டைம்ல அவங்க நோவுகள்லாம் எங்க போச்சு தெரியல. ஸோ டாக்டர் ஆகாத காரியம் ஆளுநர் சும்மா ஒரே ஒரு 5 மினிட்ஸுக்குள்ள எல்லாத்தையும் குணப்படுத்துறாங்க. ஆபரேஷன் ஒண்ணுமே இல்லை. அல்லேலூயா, அல்லேலூயா. அதனால நீங்க விசுவாசிக்கணும். நீங்க விசுவாசித்தால் ரட்சிக்கப்படுவீர்கள். உங்களுடைய விசுவாசம் உங்களை குணமாகும். அல்லேலூயா, அல்லேலூயா. വിശ്വാസത്താലാണ് ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നത്, രക്ഷിക്കപ്പെടുന്നത്. നിന്റെ വിശ്വാസം നിന്നെ എപ്പോഴും രക്ഷിച്ചിട്ടേ ഉള്ളൂ. വിശ്വാസി ഒരിക്കലും നശിച്ചു പോയിട്ടില്ല. വിശ്വാസിയെ ദൈവം രക്ഷിക്കും. എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ. ஒரு பாடலை பாடுவோம். கொஞ்சம் எல்லாரும் കൈ